ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറി തയ്യാറാക്കിയിരിക്കുന്നത് ടി.എസ്. ആർതർ എന്ന റൈറ്ററാണ്. ആദ്യം നമുക്ക് ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. ടി.എസ്. ആർതർ വാസ് ബോൺ ഇൻ 1809 and died in 1885. He was an American editor and writer known for morally instructive fictions and essays. 1809 ജനിച്ച് 1885 മരിച്ച ടി.എസ്. ആർതർ ഒരു എഡിറ്ററും റൈറ്ററുമായിരുന്നു. നൈതിക മൂല്യങ്ങൾ നൽകുന്ന സ്റ്റോറീസിലൂടെയും എസ്സേസിലൂടെയും അദ്ദേഹം അറിയപ്പെട്ടു. He belonged to a period of reform, a time when literature addressed social issues such as temperance, poverty, morality and social responsibility. അദ്ദേഹം സാഹിത്യത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ, ധാർമ്മികത, ദാരിദ്ര്യം, സംയമനം, സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയവയെ അഭിബോധന ചെയ്ത ഒരു പരിഷ്കരണ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. His popular work 10 Nights in a Barroom brought him wide recognition. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയായ 10 Nights in a Barroom അദ്ദേഹത്തിന് വലിയ അംഗീകാരം നേടിക്കൊടുത്തു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന സ്റ്റോറി മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം, കാരുണ്യം എന്നീ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പാരൻസ് നഷ്ടപ്പെട്ട 3 കുട്ടികളുടെ അവസ്ഥയും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്ന ആളുകളുടെ മനോഭാവവും വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ നോക്കാം. Sometimes simple actions have a greater and more lasting impact than grandiose gestures. Do you agree? Can you recall an incident where a simple act made a meaningful difference? Share your experience in class. ചിലപ്പോൾ ലളിതമായ പ്രവൃത്തികൾക്ക് വലിയ വലിയ പ്രകടനങ്ങളെക്കാൾ മികച്ചതും നിലനിൽക്കുന്നതുമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ പങ്കുവയ്ക്കാമോ എന്നാണ് ഇൻട്രൊഡക്ഷനിൽ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. Idleness, vice and temperance had done their miserable work, and the dead mother lay cold and still amid her wretched children. അലസതയും പാപങ്ങളും ലഹരിയോടുള്ള ആസക്തിയും അവരുടെ ദയനീയമായ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. She had fallen upon the threshold of her own door in a drunken fit and died in the presence of her frightened little ones. ആ പാവപ്പെട്ട മക്കളുടെ നടുവിൽ അവരുടെ അമ്മ തണുത്ത് നിശ്ചലയായി കിടക്കുകയാണ്. Death touches the spring of our common humanity. മരണം അത് മാനവികതയുടെ പൊതു ഉറവിടത്തെ സ്പർശിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവനെ സ്പർശിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. This woman had been despised, scoffed at and angrily denounced by nearly every man, woman and child in the village. But now pity took the place of anger and sorrow of denunciation. ആ ഗ്രാമത്തിലെ എല്ലാവരും അവളെ വെറുത്തിരുന്നു, പരിഹസിച്ചിരുന്നു, ദേഷ്യത്തോടെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും വളരെ ദയയോടുകൂടി, സഹതാപത്തോടുകൂടി, കുറ്റപ്പെടുത്തലിന് പകരം സങ്കടത്തോടുകൂടിയും വന്നിരിക്കുന്നു. Neighbors went hastily to the old tumble-down hut in which she had secured little more than a place of shelter from summer heat and winter cold. അയൽപക്കക്കാർ ആ പൊളിഞ്ഞു വീഴാറായ വെയിലിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു അഭയകേന്ദ്രം മാത്രമായിരുന്ന ആ കുടിലിലേക്ക് ഓടിയെത്തി. Some with grave clothes for a decent interment of the body, and some with food for half-starving children, 3 in number. ചിലർ മൃതദേഹം മാന്യമായി മറവു ചെയ്യാനുള്ള തുണികളുമായി പോയിരുന്നു. മറ്റു ചിലർ പട്ടിണി കിടക്കുന്ന 3 കുട്ടികൾക്ക് ഭക്ഷണവുമായി എത്തിയിരിക്കുന്നു. Of these, John, the oldest, a boy of 12, stout lad,
able to earn his living with any farmer. അവരിൽ മൂത്തവനായ ജോൺ നല്ല ആരോഗ്യമുള്ളവനും ഒരു കർഷകനോടൊപ്പം ചേർന്നാൽ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നവനും ആയിരുന്നു. കേറ്റ്, between 10 and 11, bright and active, out of whom something clever might be made if in good hands. രണ്ടാമത്തവളായ കേറ്റ് 10 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവൾ, മിടുക്കിയും ചുറുചുറുക്കുള്ളവളുമായിരുന്നു. അവൾ നല്ല കൈകളിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവളെ കൊണ്ട് സാധിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. But poor little Maggie, the youngest, was hopelessly diseased. മാഗി, ഇളയവൾ, ഒരിക്കലും ഭേദമാക്കിയെടുക്കാൻ സാധിക്കാത്ത വിധം രോഗബാധിതയായവൾ. 2 years ago, a fall from a window had injured her spine, and she had not been able to leave her bed since, except when lifted in the arms of her mother. 2 വർഷം മുൻപ് ജനലിൽ നിന്നുള്ള വീഴ്ചയിൽ അവളുടെ നട്ടെല്ലിന് പരുക്കേറ്റിരുന്നു. അതിനുശേഷം അവളുടെ അമ്മയുടെ കൈകളിൽ എടുക്കുമ്പോഴല്ലാതെ അവൾക്ക് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. വാട്ട് ഈസ് ടു ബി ഡൺ വിത്ത് ദ ചിൽഡ്രൻ? ഇനി ഈ കുട്ടികളെ എന്തു ചെയ്യണം? ദാറ്റ് വാസ് ദ ചീഫ് ക്വസ്റ്റ്യൻ നൗ. അതായിരുന്നു അന്നത്തെ പ്രധാന ചോദ്യം. The dead mother would go underground and be forever beyond all care or concern of the villagers. മരിച്ച അമ്മ മണ്ണടിഞ്ഞു പോകും. അതോടെ ഗ്രാമീണരുടെ ശ്രദ്ധയും ആശങ്കകളും ഇല്ലാതാവും. But the children must not be left to starve. പക്ഷേ കുട്ടികളെ പട്ടിണിക്കിടാൻ പാടില്ല. Considering the matter and talking it over with his wife, Farmer Jones said that he would take John. ഈ കാര്യം കണക്കിലെടുത്ത് ഭാര്യയോട് സംസാരിച്ച ശേഷം കർഷകനായ ജോൺസ് ജോണിനെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നു. മിസ്സസ് എല്ലിസ്, who had been looking out for a bound girl, concluded that it would be charitable in her to make choice of Katie, even though she was too young to be of much use for several years. വീട്ടുജോലിക്ക് ആളെ നോക്കിക്കൊണ്ടിരുന്ന മിസ്സസ് എല്ലിസ് ഇതൊരു ജീവകാരുണ്യ പ്രവൃത്തി എന്നോണം കാറ്റിയെ ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നു. അവൾക്ക് വീട്ടുജോലിക്കുള്ള പ്രായമായിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മിസ്സസ് എല്ലിസ് അവളെ ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നു. I could do much better, I know, said Mrs. Ellis. But as no one seems inclined to take her, I must act from a sense of duty, expect to have a trouble with the child. For she is an undisciplined thing used to having her own way. എനിക്ക് ഇതിലും മികച്ചത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാൽ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരുമില്ലാത്തതിനാൽ ഈ കടമ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മാത്രം. കാരണം അവൾ ഇത്രയും കാലം ജീവിച്ചത് അവളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. അവളുമായി ചേർന്ന് പോവുക എന്നതെനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ഞാൻ അവളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മിസ്സസ് എല്ലിസ് പറയുന്നു. ബട്ട് നോ വൺ സെഡ് ഐ വിൽ ടേക്ക് മാഗി. എന്നാൽ ഞാൻ മാഗിയെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.